പോയാൽ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 1 വയസ്സുകാരനെ കൊലപ്പെടുത്തിയത് പിതാവ്. അച്ഛൻ ഷിജിൽ പോലീസിനോട് കുറ്റം സമ്മതിച്ചു. കൈമുട്ട് കൊണ്ട് കുഞ്ഞിന്റെ വയറ്റിലിടിച്ചെന്നാണ് മൊഴി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായെന്ന് കണ്ടെത്തിയെങ്കിലും കാരണം തിരിച്ചറിയാനായിരുന്നില്ല. ഈ മാസം 16-നാണ് 1 വയസ്സുകാരൻ ഇഹാൻ കുഴഞ്ഞു വീണ് മരിച്ചത്. സുനിഷ അയ്യല്ലൂർ വിശദാംശങ്ങൾ നൽകും. സുനിഷ, സ്വന്തം അച്ഛനാണ് കുഞ്ഞിനെ ഇത്തരത്തിൽ കൊലപ്പെടുത്തിയിരിക്കുന്നത്. ഇത് എന്തിനു വേണ്ടിയായിരുന്നു? എന്താണ് കുഞ്ഞിന്റെ അമ്മയടക്കം പറയുന്നത്? ആര്യ, റോഷ്നി, ഏതായാലും ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഓരോ ദിവസവും എത്തുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് കുഞ്ഞ് കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ളതായിരുന്നു ആശുപത്രിയിലേക്ക് എത്തിയപ്പോൾ ഈ രക്ഷിതാക്കൾ തന്നെ പറഞ്ഞിരുന്നത്. അതായത് ആ കുഞ്ഞൊരു ബിസ്ക്കറ്റ് കഴിച്ചിരുന്നു, അതിനുശേഷം മുന്തിരി കഴിച്ചു, പിന്നാലെ ആ വായിൽ നിന്ന് നുരയും പതയും വന്ന് വീഴുകയായിരുന്നു എന്നുള്ളതാണ് അന്ന് പോലീസിന് ഈ ആശുപത്രിയിൽ നൽകിയിരുന്ന വിവരം എന്ന് പറയുന്നത്. പക്ഷേ പിന്നീടാണ് ആ കുഞ്ഞിനെ പരിശോധിച്ചപ്പോൾ കുഞ്ഞിന്റെ വയറ്റിൽ ക്ഷതമുണ്ട് എന്ന് മനസ്സിലാകുന്നത്, ആന്തരിക രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നത്. പക്ഷേ അതെങ്ങനെയെന്നുള്ളത് കണ്ടെത്താൻ ഈ ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ടത്തിൽ കഴിഞ്ഞിരുന്നില്ല. പിന്നാലെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും ആ സമയം തൊട്ട് പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഈ രക്ഷിതാക്കൾ എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തു, പക്ഷേ കൃത്യമായ ഒരു വിവരങ്ങളൊന്നും തന്നെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. വീണ്ടും കഴിഞ്ഞ ദിവസം നെയ്യാറ്റിൻകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വീണ്ടും ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് അച്ഛൻ ഷിജിൽ തന്നെ കുറ്റം സമ്മതിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. ഏതായാലും നിലവിൽ പോലീസിനോട് ഈ ഷിജിൽ പറഞ്ഞിരിക്കുന്നത് ഈ പിതൃത്വത്തെ സംശയിച്ചുകൊണ്ട്, പിതൃത്വത്തെ ചൊല്ലിയൊരു തർക്കം ഇയാൾ ഉണ്ടായിരുന്നു, അത്തരത്തിലൊരു സംശയം ഈ ഷിജിലിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനെ ചൊല്ലിയാണ് ആ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ കൃഷ്ണപ്രിയ, ഈ അമ്മയും മൊഴി നൽകിയിട്ടുണ്ട്. നേരത്തെയും ഇയാൾ ഈ കുഞ്ഞിനെ ദേഹോപദ്രവം ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ കുഞ്ഞ് കുഴഞ്ഞു വീഴുന്ന സമയം തന്നെ കുഞ്ഞിന്റെ ഒരു കൈമുട്ട പൊട്ടിയ നിലയിലായിരുന്നു. പക്ഷെ അത് ഈ അച്ഛൻ ഉപദ്രവിച്ചത് തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ കൃഷ്ണപ്രിയ പോലീസിന് മൊഴി നൽകുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും നേരത്തെ തന്നെ കൃഷ്ണപ്രിയയും ഈ ഷിജിലും തമ്മിൽ ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, വഴക്കുണ്ടായിരുന്നു. ഇവർ മാറി താമസിക്കുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ 2 മാസം മുമ്പെയാണ് രണ്ടുപേരും തമ്മിൽ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരുന്നത്. പിന്നാലെയാണ് ഈ കുട്ടിയെ ചൊല്ലി, കുട്ടിയുടെ പിതൃത്വത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളെല്ലാം നിലനിന്നിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതാണ് നിലവിൽ ഇത്തരത്തിലുള്ള കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. ഏതായാലും ഷിജിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ വീട്ടിലേക്ക് എത്തിച്ചുകൊണ്ട്, കാഞ്ഞിരംകുളത്തെ വീട്ടിലേക്ക് എത്തിച്ചുകൊണ്ടുള്ള ഒരു തെളിവെടുപ്പടക്കം ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നം ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഏതായാലും പോലീസ് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. റോഷ്നി, ആര്യ. ഓക്കെ, സുനിഷ അയ്യല്ലൂരാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.